ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തിരുവോണം. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. ഇന്ന് തിരുവോണമൊക്കെ ആയതുകൊണ്ട് മക്കളുടെ മക്കളുമൊക്കെ ഉള്ളതുകൊണ്ട് പുറമേക്കെങ്ങും പോയില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതിനാൽ ഇന്ന് വീടിൻ്റെ ഒരു സൈഡ് ചെടികളുടെ പരിപാലനവുമായി അങ്ങനെ കൂടുകയാണ്. വീടിൻ്റെ കിഴക്ക് വശം പച്ചപ്പിനെ നിലനിർത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും ചെടികളെ പരിപാലിച്ച് പോരാറുണ്ട്. അവ മഴ കാരണം അല്ലറ ചില്ലറയായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ഞും ഉണങ്ങിയവയൊക്കെ തൂക്കിക്കിടന്നത് കൊണ്ടൊക്കെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരുക്കി അത്യാവശ്യം ഒരു സൈഡ് ഇന്നത്തെ ഭാഗം ഇന്ന് തിരുവോണമായി ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ രാവിലെ തന്നെ തുടങ്ങിയേക്കുകയാണ്. കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞ് ഓരോ സൈഡ് നമ്മൾ ദിവസവും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വീടും പരിസരവുമൊക്കെ വളരെ ഭംഗിയായി കിടക്കുമല്ലോ. ഒറ്റയടിക്ക് നമ്മൾ ഒന്നിച്ച് പണിയാൻ നോക്കുമ്പോഴാണ് നമ്മൾ മട്ടിപ്പോവുക. തന്നെയുമല്ല, ചെടി പരിപാലനം വല്ലാത്തൊരു പ്രകടന പിടിച്ച ഏർപ്പാടാണ് താനും. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ചെടികളെല്ലാം ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ ചെടികൾ അമിതമായി വളർന്ന് അതിൻ്റെ ശോഭയും ഭംഗിയുമൊക്കെ ഒന്ന് അലങ്കോലമാകും. അത് മഴ മാറുന്നതനുസരിച്ച് അടക്കി ഒതുക്കി വെട്ടി നിർത്തിയാൽ മാത്രമേ അതിന് സൗന്ദര്യവും നമുക്ക് ഒരു ആസ്വാദനവും കിട്ടുകയുള്ളൂ. അങ്ങനെ വീടിൻ്റെ മുൻവശം ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന കാഴ്ചകൾ. ചെടികളെ നമ്മൾ നട്ടാൽ മാത്രം പോരാ, പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. തന്നെയുമല്ല, അത് പരിപാലിക്കുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇന്ന് വീടിൻ്റെ കിഴക്ക് വശത്തെ ചെടികളെ ഒന്ന് വെട്ടി പരിപാലിക്കുകയാണ്. ഇതെല്ലാം വെട്ടിയിടുക മാത്രം ചെയ്താൽ പോരല്ലോ. പ്രത്യേകിച്ച് ഞാൻ ഒരാളെ വേലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ആ ആൾ ഞാൻ തന്നെയാണ്. വിവിധ വേഷത്തിലും ഭാഷത്തിലുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വരും. എൻ്റെ കൊച്ചുമകനും ഇന്ന് 2-3 ദിവസമായി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും വട്ടം നിന്ന് പുള്ളിയും ഇതിൻ്റെ കൂടെ കളിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തൂങ്ങിക്കിടന്ന ചെടികളൊക്കെ വെട്ടി ഒരുക്കി അതിൻ്റെ ഇടഭാഗത്തു നിന്നൊക്കെ കരിയിലകളൊക്കെ വലിച്ചു മാറ്റി എല്ലാം ഒന്ന് ഓരോ ചെടികളും മാറ്റി ക്ലീൻ ചെയ്ത് തൂത്തുവാരുകയാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഈ കിഴക്ക് സൈഡിൽ ഒതുക്കുകയാണ്. നാളെ മറ്റൊരു സൈഡിൽ ആവാം എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും എൻ്റെ പ്രേക്ഷകരെ, ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കുമൊക്കെ ചെയ്തു കൂടെ എന്നുള്ളൊരു അഹങ്കാരത്തോടെ കാണുകയല്ല. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഭാഗവും മറ്റും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ ആരോഗ്യവും പ്രധാനമാണല്ലോ. അതിനാൽ നമ്മൾ മറ്റൊരു വേലക്കാരെ നോക്കിയിരിക്കേണ്ടത് ആവശ്യമില്ല. പറ്റുന്നിടത്തോളമൊക്കെ പണിയുക, അല്ലാത്തത് അവിടെ കിടക്കട്ടെ. അത്തരത്തിലുള്ള ചിന്താഗതിയാണ് എനിക്കുള്ളത്. അങ്ങനെ ഞാൻ ഈ സൈഡിൽ പണിയുമ്പോൾ ഭാര്യ മറ്റൊരു സൈഡിൽ പണിയുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ അദ്ദേഹം കാണിച്ചുകൊള്ളും. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ഇന്നത്തെ പണികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതുപോലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ കിഴക്ക് വശം മൊത്തം ഒന്ന് ക്ലിയറാക്കി അടിച്ചു വാരി എല്ലാം കഴിഞ്ഞപ്പോൾ കൊച്ചുമകൻ അതിലൂടെ കളിക്കാനായി എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇനി ഉച്ചയ്ക്ക് ഓണാഘോഷം ഒരുപാട് ഇടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. ചെറിയ നീർക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഇന്ന് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. സദ്യ ഇന്ന് വാങ്ങുകയാണ് ചെയ്യുക. ഓണത്തിന് പായസമൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വയ്യായിക കൊണ്ട് സദ്യ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹോട്ടലിൽ ചെന്നപ്പോഴല്ലേ അറിയുക, ഹോട്ടലുകളിൽ സദ്യ കിട്ടാൻ പോലുമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.